ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. സെബിയുടെ മൾട്ടി ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളുടെ മാർക്കറ്റ് അലോക്കേഷനെ സംബന്ധിച്ചിടത്തുള്ള പുതിയ റൂള് വന്നതിന് ശേഷം മിഡ് ക്യാപ് സ്റ്റോക്കുകളിലും സ്മാൾ ക്യാപ് സ്റ്റോക്കുകളിലും നല്ലൊരു റാലി കാണാൻ കഴിഞ്ഞിരുന്നു. വെൽത്തി ലൈഫിൻ്റെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ 20ഓളം പൊട്ടൻഷ്യൽ മിഡ് ക്യാപ് സ്റ്റോക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവയുടെ ലെവൽസ് ആൻഡ് ടാർഗറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സ്മാൾ ക്യാപ് സ്റ്റോക്കിനെയാണ് റിവ്യൂ ചെയ്യുന്നത്. അതായത് ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ 17 സെപ്റ്റംബർ 2020 ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 4% ഹൈക്ക് കാണിച്ച ഒരു സ്മാൾ ക്യാപ് സ്റ്റോക്കിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ഇനി വെൽത്തി ലൈഫ് ഈ ആഴ്ച ചെയ്ത പ്രധാനപ്പെട്ട വീഡിയോകളിലേക്ക് വരാം. സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിലെ IPO ആയ കെംകോൺ IPOയുടെ ഡീറ്റെയിൽഡ് അനാലിസിസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റൗട്ട് മൊബൈലിൻ്റെ IPOയുടെ അലോക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു ലിങ്കും അലോക്കേഷൻ സ്റ്റാറ്റസ് എങ്ങനെ ചെക്ക് ചെയ്യണം എന്നതിനെക്കുറിച്ചൊരു ലഘു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ട് സർവീസ് പ്രൊവൈഡർ കമ്പനിയായ ക്യാംസിൻ്റെ IPOയെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ അനാലിസിസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മിഡ് ക്യാപ് സെക്ടറിലെ ബെസ്റ്റ് 20 സ്റ്റോക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ സ്റ്റോക്കുകളുടെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകളെല്ലാം ചാനലിൻ്റെ പ്ലേലിസ്റ്റിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. 17 സെപ്റ്റംബർ 2020 വൺ ഡേ ചാർട്ട് പാറ്റേൺ പരിശോധിച്ചാൽ 4.36% ഹൈക്കാണ് ഇർക്കോൺ എന്ന റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി റിഫ്ലക്റ്റ് ചെയ്തത്. അതായത് 84 രൂപയിൽ ഓപ്പൺ ആയ സ്റ്റോക്ക് ഇൻട്രാഡേയിൽ 87.75 ഹൈയും അതിനുശേഷം 83.75 ക്ലോസ് ആയത്. അതായത് സ്റ്റോക്കിൽ 4.32% ഹൈക്കാണ് കാണാൻ സാധിച്ചത്. കൂടാതെ സ്റ്റോക്കിൻ്റെ ഡെലിവറി നോക്കുകയാണെങ്കിൽ 25.27% ഡെലിവറിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സ്റ്റോക്കിൽ ഉണ്ടായ ഹൈക്കിൻ്റെ പിന്നിലെ പ്രധാന റീസൺ എന്താണെന്ന് നമ്മൾക്ക് പരിശോധിക്കാം. ഇർക്കോൺ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് 1900 കോടി രൂപയുടെ പ്രോജക്റ്റ് മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ സൈഡിൽ നിന്നും ലഭിച്ചു എന്ന വാർത്തയാണ് 17 സെപ്റ്റംബർ 2020 സ്റ്റോക്കിൻ്റെ പ്രൈസിൽ നല്ലൊരു ഹൈക്ക് അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാക്കിയത്. 2251 കിലോമീറ്ററോളം വരുന്ന റെയിൽവേ റൂട്ട് ഇലക്ട്രിഫിക്കേഷൻ ചെയ്യുക എന്നതാണ് കമ്പനിക്ക് ലഭിച്ച പ്രോജക്റ്റ്. ഇത് സംബന്ധിച്ചുള്ള മൊമറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇർക്കോൺ ഇൻ്റർനാഷണൽ ലിമിറ്റഡും മിനിസ്ട്രി ഓഫ് റെയിൽവേയും ഒപ്പുവെച്ച് കഴിഞ്ഞു. ഈ കരാറിൻ്റെ കാലാവധിയായി പറയുന്നത് 15 മാസം മുതൽ 20 മാസം വരെയാണ്. ഇനി ഇർക്കോൺ എന്ന കമ്പനിയെക്കുറിച്ചും അതോടൊപ്പം തന്നെ കമ്പനിയുടെ ബിസിനസ് മോഡലും പരിചയപ്പെടാം. 1976 എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇർക്കോൺ. ഇർക്കോൺ പ്രധാനമായും ഫോക്കസ് ചെയ്തിരിക്കുന്നത് റെയിൽവേ പ്രോജക്ട്സിലാണ്. കമ്പനിയുടെ പ്രസൻസ് ഇന്ത്യയിലും അതോടൊപ്പം അബ്രോഡിലും കാണാൻ കഴിയും. ഇതുകൂടാതെ കമ്പനി അതിൻ്റെ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ആയ ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ സെഗ്മെൻറ്റിലും അതോടൊപ്പം തന്നെ റെയിൽവേ ഓപ്പറേഷൻസ് അറൗണ്ട് ദ വേൾഡിലും കമ്പനിക്ക് ഫോക്കസ് ഉണ്ട്. ഇനി കമ്പനി പ്രധാനമായും ഏതൊക്കെ സെക്ടറുകളിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. കമ്പനി വർക്ക് ചെയ്യുന്നത് EHT, സബ്സ്റ്റേഷൻ, എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ, റെയിൽവേ, ഹൈവേ എന്നീ സെക്ടറുകളിലാണ് കമ്പനി പ്രധാനമായും വർക്ക് ചെയ്യുന്നത്. ഈ സെക്ടറുകളിൽ കമ്പനി എന്തൊക്കെ വർക്കുകളാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ റെയിൽവേ ലൈൻസ്, അതായത് പുതിയ റെയിൽവേ ലൈൻസിൻ്റെ നിർമ്മാണം, കൺവേർഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ലൈൻസ്, അതോടൊപ്പം തന്നെ ഇലക്ട്രിഫിക്കേഷൻ ഓഫ് റെയിൽവേ ലൈൻസ്, ടെലികമ്മ്യൂണിക്കേഷൻ, സ്റ്റേഷൻ ബിൽഡിംഗ് എന്നീ സെക്ടറുകളിലാണ് കമ്പനി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കമ്പനിയുടെ ഏറ്റവും വലിയ പ്രൊമോട്ടർ മിനിസ്ട്രി ഓഫ് ഇന്ത്യൻ റെയിൽവേ ആണ്. ഇർക്കോൺ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ റെയിൽവേ, മലേഷ്യൻ റെയിൽവേ, മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ RVNL എന്നിവരാണ് ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സ്. അതോടൊപ്പം തന്നെ ഈ കമ്പനി ഏതൊക്കെ കൺട്രികളിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അഫ്ഗാനിസ്ഥാൻ, അൾജീരിയ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, എത്യോപ്യ, നേപ്പാൾ, ഇന്തോനേഷ്യ, മലേഷ്യ എന്നീ ഒരുപാട് രാജ്യങ്ങളിൽ ഈ കമ്പനിക്ക് പ്രസൻസ് ഉണ്ട്. അവിടെ പലവിധ റെയിൽവേ പ്രൊജക്റ്റുകൾ കമ്പനി ചെയ്യുന്നുണ്ട്. ആ പ്രൊജക്റ്റുകളുടെ
ആ പ്രൊജക്റ്റുകളിൽ നിന്നും കമ്പനിക്കുള്ള ടേൺ ഓവറും കമ്പനിയുടെ റവന്യൂവും മനസ്സിലാക്കുന്നതിന് വേണ്ടി കമ്പനിയുടെ വെബ്സൈറ്റ് ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. കമ്പനിയുടെ ഫണ്ടമെൻ്റൽ പാർട്ടിലേക്ക് വരാം. 4086 കോടിയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മാൾ ക്യാപ് കമ്പനിയാണ് ഇർകോൺ. ഇൻഡസ്ട്രിയുടെ PE 18.35 കമ്പനിയുടെ PE 10.53 ആണ്. അതായത് സ്റ്റോക്ക് പ്യുവർലി അണ്ടർ വാല്യൂഷനിലാണ്. അതായത് സ്റ്റോക്കിൽ നല്ല വാല്യൂഷൻ ഉണ്ട് എന്നർത്ഥം. ഇനി ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ 88.49 ആണ് ബുക്ക് വാല്യൂ. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 84.32. അതായത് ബുക്ക് വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിലും സ്റ്റോക്കിൽ വാല്യൂഷൻ ഉണ്ട് എന്ന് മനസ്സിലാവും. പ്രൈസ് ടു ബുക്ക് റേഷ്യോ 0.98ഉം ഡിവിഡൻഡ് ഈൽഡ് 5.47ഉമാണ്. നല്ല ഒരു ഡിവിഡൻഡ് തരുന്ന കമ്പനി കൂടിയാണ് ഈ കമ്പനി. കമ്പനി എസ്റ്റാബ്ലിഷ് ആയിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂവെങ്കിലും കമ്പനിയുടെ ഡിവിഡൻഡ് റെക്കോർഡും നല്ല ഒരു ഡിവിഡൻഡ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനിയാണ്. ഇനി കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്, കമ്പനി ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. 2019 മാർച്ചിൽ കമ്പനിക്ക് ഡെപ്റ്റ് ഉണ്ടായിരുന്നു. 2020 ഫിനാൻഷ്യൽ ഇയറോട് കൂടി കമ്പനി അതിൻ്റെ ഡെപ്റ്റ് ക്ലിയർ ചെയ്ത് ഇപ്പോൾ ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനിയായി മാറിയിരിക്കുന്നു. സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് അനാലിസിസിലേക്ക് വരാം. സ്റ്റോക്ക് 1 മന്തിൽ 9.1% കറക്ഷനാണ് സ്റ്റോക്കിൽ ഉണ്ടായത്. ഇനി 1 വീക്കിൽ സ്റ്റോക്ക് തന്ന റിട്ടേൺ 5.21% റിട്ടേൺ ആണ്. ലോങ് ടൈം പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 1 ഇയറിൽ സ്റ്റോക്ക് 26.94% റിട്ടേൺ ആണ് തന്നത്. ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ 2.67%, സെൻസെക്സിൽ 6.85% ഹൈക്കാണ് ഉണ്ടായത്. ഇനി സ്റ്റോക്കിൻ്റെ 1 ഇയർ ചാർട്ട് പാറ്റേൺ നോക്കിയാൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് 500 റേഞ്ചിൽ നിന്നും ഏകദേശം 80 റേഞ്ചിലേക്കുള്ളൊരു ബിഗ് ഫോൾ കാണാം. ഇതിൻ്റെ പിന്നിലെ റീസൺ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് 2018 മാസത്തിലാണ് സ്റ്റോക്ക് ലിസ്റ്റഡ് ആയത്. ലിസ്റ്റഡ് ആയപ്പോൾ സ്റ്റോക്കിൻ്റെ IPO പ്രൈസ് ഏകദേശം 475 രൂപയോളമായിരുന്നു സ്റ്റോക്കിൻ്റെ IPO. അതിനുശേഷം 2020 ഏപ്രിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ആയി 1:5%ലായിരുന്നു സ്റ്റോക്ക് സ്പ്ലിറ്റ് ആയത്. സ്റ്റോക്ക് സ്പ്ലിറ്റ് ആയതിൻ്റെ ശേഷമാണ് സ്റ്റോക്കിൻ്റെ റേഞ്ച് 500 റേഞ്ചിൽ നിന്നും 400 റേഞ്ചിൽ നിന്നും മാറി 80 റേഞ്ചിലേക്ക് വന്നത്. സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 1 ഇയറിൽ സ്റ്റോക്ക് തന്ന റിട്ടേൺ 26.94% ആയിരുന്നു. ഇനി സ്റ്റോക്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കാം. 89.18% പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ള സ്റ്റോക്കാണിത്. ഇന്ത്യൻ റെയിൽവേ ആണ് ഈ സ്റ്റോക്കിൻ്റെ പ്രധാനപ്പെട്ട പ്രൊമോട്ടർ. ക്വാർട്ടർ വൈസ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിൽ അവരുടെ സ്റ്റേക്കിൻ്റെ പെർസെൻറ്റേജ് അല്പം കുറച്ചിട്ടുണ്ട്. 0.20 നിന്നും 0.18% ആയിട്ടാണ് കുറച്ചിരിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടുകൾ 0.24%, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 2.66%മാണ് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ക്വാർട്ടർ ബേസിൽ 7.73 നിന്നും 7.74 എന്ന ലെവലിലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റോക്കിൽ അസോസിയേറ്റ് ആയിട്ടുള്ള മറ്റൊരു റിസ്കിനെ പറ്റി പറയാം. അതായത് സ്റ്റോക്കിൽ വരാൻ പോകുന്ന ഓഫർ ഫോർ സെയിലാണ്. കാരണം നമ്മൾ BDL, HAL എന്നീ കമ്പനികളുടെ ഓഫർ ഫോർ സെയിൽ കണ്ടു കഴിഞ്ഞിരുന്നു. ഗവൺമെൻറ് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഓഫർ ഫോർ സെയിൽ വയ്ക്കുമ്പോൾ അത് ഒരു താഴ്ന്ന സ്റ്റോക്ക് റേറ്റിൽ ഓഫർ ഫോർ സെയിൽ വയ്ക്കുകയും പിന്നീട് കമ്പനിയുടെ ഷെയർ പ്രൈസ് കംപ്ലീറ്റ് ആയിട്ട് കൊളാപ്സ് ആകുന്നതുമാണ് നമ്മൾ HALലും BDLലും കണ്ടത്. സെയിം തിങ് ഇവിടെയും സംഭവിച്ചു കൂടാ എന്നില്ല. ഇത് ഈ കമ്പനിയുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ളൊരു റിസ്ക് ആണ്. ഇനി ഇർകോൺ എന്ന സ്റ്റോക്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് പരിശോധിക്കാം. ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി പരിശോധിക്കുന്നതിന് മുൻപായി സ്റ്റോക്കിൻ്റെ പോസിറ്റീവ് ഫാക്റ്റും നെഗറ്റീവ് ഫാക്ടേഴ്സും എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റോക്കിൻ്റെ പോസിറ്റീവ് ഫാക്ടർ നോക്കുകയാണെങ്കിൽ സെബിയുടെ മൾട്ടി ക്യാപ് മ്യൂച്വൽ ഫണ്ട് അലോക്കേഷൻ റൂൾ വന്നതിന് ശേഷം മ്യൂച്വൽ ഫണ്ടുകൾക്ക് നല്ലൊരു ഗ്രോത്ത് ഓറിയൻറ്റഡ് സ്മാൾ ക്യാപ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇർകോൺ അതുപോലെ ഒരു ഗ്രോത്ത് ഓറിയൻറ്റഡ് സ്മാൾ ക്യാപ് സ്റ്റോക്കാണ്. ഇനി സ്റ്റോക്കിൻ്റെ നെഗറ്റീവ് ഫാക്റ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ ലോ വോളിയം ഓഫ് ട്രേഡ് ആണ്. സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷവും സ്റ്റോക്കിൽ വലിയ ലിക്വിഡിറ്റി ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അതായത് സ്റ്റോക്കിൽ ഒരു ലോ വോളിയം ഓഫ് ട്രേഡ് ആണ് എപ്പോഴും നടക്കുന്നത്. രണ്ടാമത്തെ ഫാക്റ്റ്, സ്റ്റോക്ക് ഒരു ഗവൺമെൻറ് PSU സ്റ്റോക്കാണ്. മൂന്നാമത്തെ ഫാക്റ്റ്, സ്റ്റോക്കിലുള്ള പ്രൊമോട്ടേഴ്സിൻ്റെ ഹൈ ഹോൾഡിംഗ് ആണ്. അതായത് സ്റ്റോക്കിൽ 89%ഓളം ഇപ്പോൾ ഹോൾഡിംഗ് ഉണ്ട്. അത് കുറച്ച് 75% ആക്കുന്നതിന് വേണ്ടി സ്റ്റോക്കിൽ OFS വരാൻ ചാൻസ് ഉണ്ട്. OFS വരുമ്പോൾ സ്റ്റോക്കിൽ ഉണ്ടാകുന്ന സ്റ്റോക്ക് പ്രൈസിൻ്റെ വേരിയേഷൻ ഇത് സ്റ്റോക്കിനെ
നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്റ്റാണ്. ഇനി ടെക്നിക്കൽ അനാലിസിസ് വഴി സ്റ്റോക്കിൻ്റെ സിറ്റുവേഷൻ നോക്കാം. സ്റ്റോക്ക് ഇപ്പോൾ അതിൻ്റെ 50 ഡേ 20 ഡേ ആൻഡ് 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് സ്റ്റോക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു ബിയറിഷ് ട്രെൻഡിലാണുള്ളത്. ഈ ന്യൂസ് വന്നതിന് ശേഷം സ്റ്റോക്കിൽ ഒരു പുള്ളപ്പ് നടന്നുവെങ്കിലും സ്റ്റോക്ക് അതിൻ്റെ 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാത്തിടത്തോളം കാലം സ്റ്റോക്ക് അതിൻ്റെ ബിയറിഷ് ട്രെൻഡിൽ തന്നെ ആയിരിക്കും. ഇനി 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ സ്റ്റോക്കിൻ്റെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് വരുന്നത് 92 ലെവലാണ്. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്കിൽ ഏകദേശം 114 വരെയുള്ള റേഞ്ച് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.